അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് ആലി ഇമ്രാനിലെ 162 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير. റിദ്വാൻ അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ഇഷ്ടം നേടാനുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ അതൃപ്തി നേടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനിഷ്ടകരമായിട്ട് അള്ളാഹ്ക്ക് താല്പര്യമില്ലാത്തൊരു മനുഷ്യനെ പോലെ ആവൂ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെയും അതല്ലാത്ത അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിനും പാത്രമായ ഒരു മനുഷ്യനും ഒന്നാവോ? എങ്ങനെ? അള്ളാഹു ജഹന്നം, അവർ നരകത്തിൻ്റെ താവളം, നരകത്തിലേക്ക് പോകേണ്ട ആളുകളായിരിക്കെ എങ്ങനെയാണ് അവരൊന്നാവുക? ഇതിൻ്റെ കഴിഞ്ഞ ആല ഇമ്രാനിലെ കഴിഞ്ഞ ആയത്തുകളുടെ അർത്ഥവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഉഹദ് യുദ്ധത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ വിശ്വാസി സമൂഹത്തെ അള്ളാഹു ഉണർത്തുകയാണ്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ചെയ്ത ചില ആളുകളുടെ ധാരണ ഉഹദ് യുദ്ധവുമായിട്ട് ബദറിൽ ഞങ്ങൾ ജയിച്ചല്ലോ, ഉഹദിലും ഞങ്ങൾ ജയിച്ചോളും, നബി മുമ്പിലുണ്ടല്ലോ എന്ന അതൊരു വിശ്വാസമാണ്. അതൊരു അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളുകളാവണം. അള്ളാഹുവിൻ്റെ റസൂലിനെ ധിഖരിച്ചതിന്, ഒരു ഭാഗം യുഹദ് യുദ്ധത്തിലേക്കുള്ള വഴിമധ്യേ പിന്തിരിഞ്ഞു പോയതിന്, അതിൻ്റെയൊക്കെ ഉള്ള ഒരു പരീക്ഷണ ഘട്ടം അള്ളാഹു ഈ ദുനിയാവിൽ മനുഷ്യർക്ക്, നമ്മുടെ വിഷയം എടുത്ത് നോക്കൂ, സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാം സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് ഈ ജീവിതം. അപ്പോൾ അള്ളാഹിൻ്റെ ദുനിയാവിൽ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുമ്പോൾ വിശ്വാസികൾ, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച ആളുകൾ, അത് അള്ളാഹുവിൻ്റെ കോപത്തിന് വേണ്ടി ജീവിച്ച് നരകത്തിൽ പോകേണ്ട ആളുകളെ പോലെ ആവില്ല. മാത്രമല്ല വബിഅ്സൽ മസീർ, അവരുടെ സങ്കേതം എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. ഹും എന്ന് പറഞ്ഞ കൂട്ടർ, ഏത് കൂട്ടർ? നേരത്തെ പറഞ്ഞവർ. ഇവിടെ മേലെ 2 വിഭാഗത്തെ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം സ്വർഗത്തിലേക്ക് പോകേണ്ടവർ, അള്ളാഹിൻ്റെ ഇഷ്ടം നേടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ജീവിച്ചവർ. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അനിഷ്ടം നേടി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കേടോടെ ജീവിച്ച് തെറ്റിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി നരകത്തിൽ പോകുന്ന കൂട്ടർ. അവരുടെ നരകത്തിൻ്റെ സങ്കേതത്തിലേക്ക് അവർ പോകുമ്പോൾ മറ്റു കൂട്ടർ സത്യത്തിൻ്റെ വഴിയിൽ, ധർമ്മത്തിൻ്റെ വഴിയിൽ, നീതിക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ജീവൻ തന്നെ തികച്ച് എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച സത്യവിശ്വാസികളില്ലേ. ഹും ദറജാത്തുൻ ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ പദവികളുണ്ട്, ഉന്നതമായ സ്ഥാനവും മഹത്വവുമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ അവർക്കുള്ള പദവി വളരെ വലുതാണ്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ ചെയ്യുന്നതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ ധർമ്മ സമരത്തിൻ്റെ പാതയിൽ, ഇതൊന്നും വെറുതെ ആവില്ല. ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്നത് പോലും എല്ലാ നന്മക്ക് വേണ്ടിയും സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമല്ലായ എല്ലാ ത്യാഗ പരിശ്രമങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم
ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين മുഅ്മിനീങ്ങൾക്ക് സത്യവിശ്വാസികളെ അള്ളാഹു വലിയ നിഅമത്ത് എന്ന ആ നിഅമത്ത് വലിയ അള്ളാഹു വലിയ ആദരവ് നൽകിയിരിക്കുന്നു, വലിയ അനുഗ്രഹങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നു. എന്തിലൂടെ? റസൂലൻ മിൻ അൻഫുസിഹിം, അവരുടെ കൂട്ടത്തുനിന്ന് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ തിരഞ്ഞെടുത്തു എന്ന് അറബ് ദേശത്തിന് മാത്രമല്ല, ഖുറൈശികൾക്ക് മാത്രമല്ല, ആ സമൂഹത്തെ അള്ളാഹു ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് റഹ്മത്തുല്ലിൽ ആലമീനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് അള്ളാഹിൻ്റെ റസൂലിനെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് പോരാടാൻ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, സത്യവചനങ്ങളെ, സത്യസന്ദേശത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങളെ വയുസക്കീഹിം, നിങ്ങളെ തസ്കിയ ചെയ്യാൻ, നിങ്ങളെ സംസ്കരിക്കാൻ, വയുഅല്ലിമുഹുമുൽ കിതാബ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കാൻ, വൽ ഹിക്മ, തത്വജ്ഞാനവും, ജീവിതത്തിൻ്റെ ഫിലോസഫി, ജീവിതം എങ്ങനെ വേണം, കുടുംബ ജീവിതം എങ്ങനെ വേണം, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് ഒരു വലിയ നിഅമത്തല്ലേ, അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തില്ലേ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് നിങ്ങൾ എത്ര വലിയ ളലാലത്തിലായിരുന്നു. WWW, വാർ, വൈൻ, വിമൺ, പെണ്ണും കള്ളും യുദ്ധവുമായി നടന്നിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ഒരു ജനവിഭാഗത്തെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങളെ പരിവർത്തിപ്പിച്ചെടുത്തത് ഇന്ന് ലോകത്ത് കാണുന്ന GCC കൺട്രീസ്. നമ്മൾ ആലോചിച്ചു, ലോകത്തിൻ്റെ മുമ്പിൽ തലയെടുപ്പോടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഒരു നല്ല നാഗരികത, ഒരു വലിയ സംസ്കാരത്തിന് വിത്തുപാകാൻ മുഹമ്മദ് റസൂലുള്ളയിലൂടെ നിങ്ങൾക്ക് സാധിച്ചതിനെ നമ്മൾ ആയത്തിനെ കാലഘട്ടത്തിൻ്റെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ഖുർആനിനെ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. അവലം അസ്വാബത്കും മുസീബത്തുൻ ഖദ് അസ്വബ്തും മിസ്ലൈഹാ قلتم أن هذا قل هو من عند أنفسكم إن الله على كل شيء قدير. എന്നാൽ ഒരു മുസീബത്ത് ഉണ്ടായപ്പോൾ, അസ്വാബത്കും മുസീബ, ഒരു മുസീബത്ത് ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്തേ? ഉഹദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം ഉണ്ടായപ്പോൾ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ സംഭവിച്ച ചെറിയൊരു പരാജയം, 70ഓളം വരുന്ന സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് രക്തസാക്ഷികളുണ്ടായപ്പോൾ ചെറിയൊരു യുദ്ധത്തിലൊരു പരാജയം, അപ്രതീക്ഷിതമായ പരാജയം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോലും അത് അപ്രതീക്ഷിതമാണ്. കാരണം കഴിഞ്ഞ ബദറിൽ 313 1000 തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ 3000 സുഖമായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം. പക്ഷേ ആത്മവിശ്വാസം ചോരുന്ന പല കാര്യങ്ങളും ഉഹദിൻ്റെ രണാങ്കണത്തിലുണ്ടായി. ഉഹദ് യുദ്ധമായിട്ട് വന്നിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുസീബത്തുകളുണ്ടായപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലേ? അവർ ചോദിക്കുകയാണ്, മിസ്ലൈഹ ഖുൽതും അന്ന ഹാദാ, ഇതെങ്ങനെ സംഭവിക്കണ്? ഞങ്ങളുടെ മുമ്പിൽ അള്ളാഹിൻ്റെ റസൂൽ ഉണ്ടായിട്ട്. അതുകൊണ്ട് മേലായത്തിൽ അള്ളാഹ് ചോദിക്കണത്, സത്യവിശ്വാസത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുന്നവനും ളലാലത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുന്നവനും സമമാകുമോ എന്ന് അള്ളാഹിൻ്റെ റസൂല് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ ചോദിക്കുക. വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഞങ്ങളെങ്ങനെ തോൽക്കും? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും. അപ്പോൾ
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങളൊരു വിപത്ത് വെച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക്, ശത്രുക്കൾക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കും സംഭവിച്ചിട്ടില്ലേ? കഴിഞ്ഞ ബദറിൽ ഒരടി അങ്ങോട്ടാണെങ്കിൽ അത് ദുനിയാവിൻ്റെ ഒരു സെറ്റപ്പാണ്, അള്ളാഹിൻ്റെ തർത്തീബാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അത് രണ്ടും പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുന്നില്ലേ, സന്തോഷങ്ങളില്ലേ? അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാവുക ഒരു ഭാഗത്ത്, സമ്പത്ത് ഇല്ലാതെ ആവുക, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് അള്ള കൊടുക്കണ പരീക്ഷണമാണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിലേ കാണണ്ടോ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാ. നിങ്ങളെ വിജയിപ്പിക്കും, നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കണ്ട, അള്ളാഹിൻ്റെ നിയമപരിധികൾ വിട്ട് ആഹ്ലാദിക്കണ്ട. അതുപോലെ പരാജയപ്പെടുമ്പോൾ അതിൽ വിട്ട് സങ്കടപ്പെടാനും പാടില്ല. അങ്ങനെ ആ വർത്താനങ്ങൾ പറയുന്നുണ്ട്, നിർത്തിക്കോളൂ ആ വർത്താനം. നിങ്ങൾ ഇതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നത് അള്ളാഹിൻ്റെ ഖദറാണ്. അപ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ, അപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളിലും ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ആയിട്ട് ദഅവാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സംസാരം കേൾക്കണില്ലേ? നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, പ്രയാസങ്ങളും വിജയങ്ങളും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അതൊക്കെ വരുന്നത് അള്ളാഹിൻ്റെ ഖദർ. അതാണ് ഈമാൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക ഖുർആൻ. അള്ളാഹു നമ്മുടെ ഖൽബിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ സംഭവിച്ചതാണ് എന്ന ബോധത്തോടെ അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ വിശ്വാസകാര്യങ്ങൾ എണ്ണി പഠിക്കണില്ലേ മദ്രസ കാലം മുതൽ? അള്ളാഹിൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ അള്ള നമുക്ക് തന്നോ അത് നമ്മൾ ഖൈറായിട്ട് അതിനെ കാണുക. അതാണ് ഖൈർ എന്ന് മനസ്സിലാക്കുക. നമ്മളൊരിക്കലും വിധിയെ പഴിക്കല്ല, വിധി അള്ള തരുന്നതാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സാധിക്കൂല. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ പരാജയം നിങ്ങളെ തളർത്തേണ്ടതില്ല. അത് അള്ളാഹിൻ്റെ തീരുമാനാണ്, അള്ളാഹിൻ്റെ വിധിയാ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാ. വമാ അസ്വാബകും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹി വലിയഅലമ മുഅ്മിനീൻ. അങ്ങനെ രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളെ ബാധിച്ച വിപത്തുണ്ടല്ലോ, നിങ്ങളൊരു വലിയ വിപത്ത് ബാധിച്ചല്ലോ. നിങ്ങൾ രണ്ട് കൂട്ടർ ഏറ്റുമുട്ടിയപ്പോൾ ഷിർക്കും കുഫറും ഒരു ഭാഗത്ത് വിശ്വാസം ഈമാനും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഏറ്റുമുട്ടൽ നടന്നപ്പോൾ അള്ളാഹുവിന് വേണ്ടത് നിങ്ങളിലുള്ള യഥാർത്ഥ വിശ്വാസികളാരെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇതിൽ അത് മനസ്സിലായി, നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ അള്ളാഹു മുഅ്മിനീങ്ങൾ ആരാന്ന് ഇതിലൂടെ അള്ളാഹുവിന് കൃത്യമായിട്ട് മനസ്സിലായി. ദീനിൽ ഉറച്ചു നിന്നവരാരാ? മറ്റുള്ളവരൊക്കെ പോയി, മറ്റുള്ളവരൊക്കെ വെറും പുകയാ. അവരിങ്ങനെ കാറ്റത്ത് ഓടുന്ന, കാറ്റിനങ്ങോട്ട് ഉലയുന്ന ഒരവസ്ഥയിലാണ്, പായക്കപ്പൽ പോലെയാണ്. കാറ്റ് അങ്ങോട്ടങ്ങ് പോവും. ഉറച്ച തീരുമാനമല്ല. ജീവിതത്തിൽ നിലപാടുള്ളവരായിരുന്നു യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അള്ളാഹു സങ്കടം തന്നോ, ഉഹദിൽ പരാജയപ്പെട്ടോ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉഹദ് യുദ്ധത്തിൻ്റെ ശേഷവും മദീനയെ ആക്രമിക്കുമോ എന്ന് നബിയും സഹാബത്തും ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതും പിറ്റേന്നും വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ശത്രുക്കളെ പിന്തുടരാൻ പറഞ്ഞപ്പോൾ അതിനൊരു തയ്യാറായി. മരണം മുന്നിൽ കാണണം, കാരണം അവർ അഥവാ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആയുധബലമോ വേണ്ടത്ര ആയുധബലമോ ആൾബലമോ ഇല്ലാതിരുന്നിട്ട് പോലും സത്യവിശ്വാസികൾ അതിന് തയ്യാറായി എന്നുള്ളതാണ്. വലിയഅലമല്ലദീന നാഫഖൂ വഖീല ലഹും തആലൗ ഖാതിലൂ ഫീ സബീലില്ലാഹി അവിദ്ഫഉ ഖാലൂ ലൗ നഅലം ഖിതാലൻ لاتبعناكم هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم വല്ലാഹു അഅലമു ബിമാ യക്തുബൂൻ വലിയഅലമല്ലദീന നാഫഖു. എന്നാൽ
നിഫാഖിൻ്റെ ആളുകൾ, കപടവിശ്വാസികൾ ആരാണ് എന്ന് വ്യക്തമാകാനും കൂടിയാണിത്. വൈഖീലലഹും, അവരോട് പറഞ്ഞപ്പോൾ, തആലൗ, ഇങ്ങോട്ട് വരൂ, ഒരുമിച്ച് ചേരൂ, നമുക്ക് പുറപ്പെടാം, ഖാതിലൂ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാം, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ വഴിയിൽ, അവിദ്ഫഉ, നമുക്ക് ചെറുത്ത് നിൽക്കണം, അതുകൊണ്ട് നമ്മളിതാ പുറപ്പെടുകയാ. അപ്പോൾ അവർ പറയൂ, ഖാലൂ ലൗ നഅലം ഖിതാലൻ ലത്തബഅനാകും, അങ്ങക്കൊന്ന് ചെറുത്ത് നിൽക്കാനെങ്കിലും, നമുക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് വേണ്ടിയെങ്കിലും നമ്മളിതാ പുറപ്പെടണമെന്ന് പറയുമ്പോൾ അവർ പറയും യുദ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വെറുതെ ഉദുർ പറയുക. അവർ കുഫ്രിയത്തിലുള്ള ആളുകൾ, മദീനയിലെ വിശ്വാസികളുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. കാരണം എപ്പോഴും ഉള്ളിലെ പുഴുക്കുത്തുകളാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന് പ്രയാസം ഉണ്ടായത്. അത് ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും കൂടെ നിന്ന് ചതിക്കുന്നവർ. അവർ പറയാൻ യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല, യുദ്ധമൊന്നുമില്ല, അവർ വരണമില്ല, മക്കയെന്ന് അവർ പുറപ്പെട്ടിട്ടില്ല, യുദ്ധം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ട് അവർ യുദ്ധം ഉണ്ടാവുമെങ്കിൽ ഞങ്ങളൊക്കെ പുറപ്പെടുമായിരുന്നു എന്നൊക്കെ പറയാണ്. ചില ആളുകൾ ഈ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മക്കയിലെത്തിയിട്ട് അവർ പറയാം യുദ്ധം ഉണ്ടായോ, ഞങ്ങൾ യുദ്ധം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു സംസാരം. അതൊക്കെ അവരുടെ കപട വിശ്വാസത്തിൻ്റെ ആ ഒരു കപട വിഷയം. യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരവർ ഹൃദയം തട്ടി പറയണമെന്നല്ല, അവരുടെ സത്യനിഷേധമാണ് അവരുടെ മനസ്സിൽ. അത് അള്ളാഹു നെല്ലും ബദറും വേർതിരിച്ചു ഉഹദ് യുദ്ധത്തിലൂടെ. ബദർ എന്ന് പറഞ്ഞാൽ വേറെ ചില സാഹചര്യമാണ്. ബദറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകൾ ഈമാനുള്ളവരായിരുന്നു. പക്ഷെ ഉഹദിൽ അതല്ല സംഭവിച്ചത്. അപ്പോൾ അല്ലാഹു അലമു ബിമാ യക്തുമൂൻ, നിങ്ങൾ എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈമാൻ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പിന്തുടർച്ചയും നിങ്ങളുടെ താല്പര്യമൊക്കെ ദീനിനോടായിരുന്നു, നിങ്ങൾക്ക് കുഫ്രിയത്തിനോടാണ്. നിങ്ങളുടെ ഖൽബിൻ്റെ അകങ്ങൾ അള്ളാഹുവിന് അറിയാമെന്ന് അവരോട് വളരെ കൃത്യമായിട്ട് മദീനയിലെ വിശ്വാസി സമൂഹത്തിലുള്ള കുഫ്രിയത്തിനോടും നിഫാഖും സത്യനിഷേധികളും അതുപോലെ കപ്പട്ടന്മാരെയും അള്ളാഹു തുറന്നു കാണിക്കുകയാണ്. الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين. അവർ പറയാ, അവർ ഇതൊന്നും ചെയ്യാനായി ഞങ്ങളനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് അഹദിൽ പോയത്? അവർ പറയാം. പിന്നെ ചില ആളുകൾ പറയാം, നിങ്ങൾ എന്തിനാണ് അഹദിലേക്ക് പോയത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കതൊക്കെ പ്രയാസം ഉണ്ടാവും. അവർ യുദ്ധത്തിന് വരൂലായിരുന്നു, അവരൊരിക്കലും മദീനയെ ആക്രമിക്കാൻ കഴിയില്ലായിരുന്നു കേട്ടോ. അത് വേറൊരു വിഷയമുണ്ട്. മദീന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന പട്ടണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്ന നാടാണ്. മാത്രമല്ല മദീനയുടെ ചുറ്റുവട്ടത്തും അയൽ ജൂത ഗോത്രങ്ങളും ഗോത്ര സമൂഹങ്ങളും അറബ് ദേശത്തെ മറ്റ് ഗോത്രങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്. മദീനയെ തൊട്ടാൽ പൊള്ളും, മൊത്തം കാടിളകി വരുന്ന പോലെ വരും. അതാർക്കറിയാം? മക്കൾക്കറിയാം, ഖുറൈശിപ്പടക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും മദീനയെ ആക്രമിക്കൂല. മദീന സേഫാണ്, മദീനയെ തൊടാൻ അവർക്ക് കഴിയില്ല, അത് ഉറപ്പാണ്. മാത്രമല്ല പ്രത്യേകിച്ച് മദീനയുമായി ചേർന്ന് നിൽക്കുന്ന ചില ജൂതഗോത്രങ്ങളുണ്ട്, അവരതിശക്തരാണ്. അവരെയും പ്രതിരോധിക്കാൻ അവരൊക്കെ തകർത്തിട്ട് വേണം മദീനയിലേക്ക് എത്താൻ. അതുകൊണ്ട് നിങ്ങൾ മദീനയിൽ തന്നെ അഭയം പ്രാപിച്ചാൽ മതി, നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് ഇവർ പറയാം. ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയവരും അതുപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടാത്തവരുമായിട്ടുള്ള മദീനയിലുള്ള ആളുകൾ പറയാണ്, നിഫാഖിൻ്റെ കാപ്പട്ട വർത്താനാണ് അവർ പറയുന്നത്. നിങ്ങൾ വധിക്കപ്പെടുന്നില്ലായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കായിരുന്നില്ലേ? നിങ്ങളിൽ നിന്ന് അപ്പോൾ അവരോട് അള്ളാഹ് പറയാം, അവരോട് പറഞ്ഞേക്കുക, ഫദ്റഊ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറഞ്ഞ സത്യാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് മരിക്കണ കാര്യമുണ്ടല്ലോ, അത് നിങ്ങളവിടെ ഒഴിവാക്കിക്കാളും. നിങ്ങൾക്ക് മരിക്കുക നിങ്ങൾ മരണത്തിൻ്റെയും കാര്യമൊക്കെ നിങ്ങളാണോ വിധിയൊക്കെ തീരുമാനിക്കുന്നത്? അല്ല കളിയാക്കാണ്.
നിങ്ങൾ സ്വന്തം മരണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾ പറയുകയാണെങ്കിൽ അള്ളയല്ലേ മരിപ്പിക്കുന്നത്. അതുകൊണ്ട് വിധിയെ അവരിങ്ങനെ കളിയാക്കാണ്. അവരുടെ ഉദ്റ് പറയാ, ഒഴിവ് കഴിവ് പറയാന്നല്ലാതെ വേറൊന്നുമല്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ നിങ്ങളെന്താ കരുതിയത്? നിങ്ങൾ യുദ്ധത്തിന് വന്നില്ല, വന്നവരാകട്ടെ പകുതി വഴിയിൽ വെച്ച് തിരിച്ചു പോന്നു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെന്താ വിചാരിച്ചത്? ബദറിൻ്റെ രണാങ്കണത്തിൽ മാത്രമല്ല, ഉഹദിൻ്റെ രണാങ്കണത്തിൽ വീണ ചോരത്തുള്ളികളില്ലേ, അവിടെ മരണപ്പെട്ട വീരരക്തസാക്ഷികളില്ലേ, അവരെ കാര്യത്തിൽ അള്ളാഹിൻ്റെ വഴിയിൽ ഖുതിലൂ ഫീ സബീലില്ല എന്നല്ല പറയേണ്ടത്, അള്ളാഹിൻ്റെ വഴിയിൽ മരണപ്പെട്ടവരില്ലേ, അവരെ പറ്റി നിങ്ങളെന്താ വിചാരിക്കുന്നവര്? ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവിടെ അവർ ഉന്നതമായ ജീവിത വിഭവങ്ങൾ ലഭിച്ചുകൊണ്ട് അവർ അള്ളാഹിൻ്റെ അടുക്കൽ ജീവിക്കുന്നവരാ, അവർ സ്വർഗാവകാശികളാ. ഈ ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് സത്യനിഷേധികൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ പിന്നിൽ നിന്ന് ആക്രമണം ഉണ്ടായി. സത്യവിശ്വാസികളിൽ ഒരുപാട് മരണങ്ങളല്ല രക്തസാക്ഷികളുണ്ടായി. പിന്തിരിഞ്ഞോടാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉഹുദ് മലയുടെ മുകളിൽ നിൽക്കുന്ന സത്യവിശ്വാസികളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് സത്യനിഷേധികൾ ഇങ്ങനെ അവിടുന്ന് കുഫറിൻ്റെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയാ, നിന്ത് എന്തായില്ലേ ഇപ്പോൾ ബദറിന് പകരം ഞങ്ങൾ വീട്ടിയിട്ടോ? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം അടക്കം നടന്ന സന്ദർഭമാ. അവിടെ വെച്ചിട്ട് സത്യനിഷേധികൾ അവിടുന്ന് ഉറക്ക വിളിച്ചു മലവുകളിലേക്ക് സത്യവിശ്വാസികളുടെ ഭാഗത്തേക്ക് ഉറക്ക വിളിച്ചിട്ട് വാളുയർത്തിക്കൊണ്ട്, ഇതാ പ്രതികാരത്തിൻ്റെ ദിവസമായിന്ന്, നിങ്ങളോട് ചെയ്യേണ്ട പ്രതികാരം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഞങ്ങളിതാ പോകുന്നു, നിങ്ങൾക്കെന്ത് പറയാനെന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കുക, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വർഗമാണുള്ളത്, നിങ്ങൾക്കെന്ത് നേടി, ഞങ്ങൾക്ക് പരാജയമില്ല, ഞങ്ങളുടെ മരണപ്പെട്ടവരും നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ മറുപടിയില്ലാതെ ശത്രുക്കൾക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അവർ പിന്നെയും അവർ യാത്രാ മധ്യേ മക്കയിലേക്ക് ശത്രു ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്തും അവരിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളവരെ തീർത്തിരുന്നെങ്കിൽ. കാരണം യുദ്ധം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. ഉഹദിൽ ശത്രുക്കൾ പൂർണ്ണമായിട്ട് തിരിച്ചൊരു അറ്റാക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ട് അവർക്ക് വിജയിക്കാനും പൂർണ്ണമായും മദീനയെ അടക്കം കീഴ്പ്പെടുത്താനും ഒക്കെ നല്ലൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ ആ സാഹചര്യം അതിനവർക്ക് ധൈര്യം വന്നില്ല. എന്തോ അത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ അതാണ് അവർ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ രക്തസാക്ഷികളെ നമ്മളിപ്പോൾ ഗസ ചർച്ച ചെയ്യാണ്, ഫലസ്തീൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയാ ചോരകൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുമ്പോഴും കുഞ്ഞുമക്കളടക്കം ആയിരങ്ങളെ അവർ കൊന്നെടുക്കുമ്പോഴും ആ മരണപ്പെടുന്നവരിൽ ഒരുപാട് പേര് നമുക്കറിയാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ളവരാണ്. ആ കാര്യം നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ ഈ മരണപ്പെട്ട നമുക്ക് സങ്കടമുണ്ട്. നമ്മൾ ഈ ചോര പിഞ്ചു പൈതങ്ങളുടെ അടക്കം ചോര കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിൽ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ നാളെ അള്ളാഹിൻ്റെ അടുക്കൽ സുന്നതമായ സ്വർഗത്തിലാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? ഒരു പക്ഷേ നമ്മുടെ സങ്കടം അവർക്കുണ്ടാവില്ല, മരണപ്പെട്ടവർക്ക്. നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് ഒരു വേദന നമുക്കുണ്ടാവും, വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, മുസ്ലിം അല്ലാത്ത എത്ര ആളുകൾ വേദനിക്കണ വിഷയത്തിൽ. ലോകത്ത് ഇന്ന് 8 ബില്യൺ ജനങ്ങളുണ്ടെങ്കിൽ അതിലിത്രയും ഭൂരിപക്ഷ ആളുകൾ പല ഭാഗത്തുനിന്നും ആദർശം മുസ്ലിം അല്ലാത്തവർ തന്നെ പലരും, എത്ര രാഷ്ട്രങ്ങൾ, എത്ര നേതാക്കൾ, എത്ര ചിന്തകന്മാർ, എത്ര നല്ല നല്ല മനുഷ്യന്മാർ ഇതിൽ മാനുഷികമായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷേ ആ മാനുഷികമായിട്ട് വേദനിക്കുന്നവരോ നമ്മൾക്കോ ഇല്ലാത്ത ഒരു സന്തോഷവും സംതൃപ്തിയിലുമാണെങ്കിൽ ഈ മരണപ്പെട്ടവർ അവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് അവർ പറയും, ഇനിയും ഗസയിലേക്ക് പോകണം,
ഗസയിലേക്ക് പോയിട്ട് ആ ഫലസ്തീനിൽ ഇനിയും ഷഹീദായിട്ട് തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് ഇത് സന്തോഷമേ ഉള്ളൂ എന്ന് സ്വർഗത്തിൽ പച്ചപ്പനന്തത്തെപ്പോലെ സുന്നതമായിട്ട് സ്വർഗത്തിൽ അവർ ജന്നാത്തുൽ ഫിർദൗസിൽ പാറിക്കളിക്കുന്നുണ്ട് അംബിയാ മുർസലുകളുടെ കൂടെ. അതല്ലേ വലിയ ഭാഗ്യം. അല്ലാഹുമ്മ അമിത്ന ശുഹദാ. അള്ളാഹുവെ ഞങ്ങളെയും രക്തസാക്ഷികളാക്കണേ അല്ലാ. ആ വലിയ പുണ്യത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ ഒക്കെ പ്രാർത്ഥിക്കണ. വലിയ ഈമാൻ വേണം പ്രിയമുള്ളവരെ. രക്തസാക്ഷിത്വം കൊതിക്കാൻ പോലും, രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ വഴിയിൽ മരണം വരെ അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിക്കാൻ പറ്റുക ജീവിതത്തിൽ. റളിയല്ലാഹു അൻഹും വറളു അൻഹു ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. എന്നാൽ അല്ലാഹു ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, അല്ലാഹു ആ വീര രക്തസാക്ഷികളില്ലേ, അള്ളാഹിൻ്റെ അടുക്കൽ ജീവിക്കുന്ന ഉന്നതന്മായ സ്ഥാനത്ത് നിൽക്കുന്ന രക്തസാക്ഷികളില്ലേ, അല്ലാഹു നൽകിയ ആ ഫളിൽ അവരെല്ലാം തൃപ്തരാണ്, അവർ സന്തുഷ്ടരാണ്. മാത്രമല്ല തങ്ങളുടെ പിന്നിലുള്ളവരും വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, തങ്ങളുടെ പിന്നാലെ വരുന്ന സത്യവിശ്വാസികളുടെ ആ കാര്യത്തിലും അവർ സന്തുഷ്ടരാണ്. അവരവിടെ യാതൊരു തരത്തിലുള്ള ഖൗഫോ, നമുക്കിവിടെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രയാസം ഭയം. ആലോചിക്കൂ, ഭയം. ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഭയത്തോടെ ജീവിക്കേണ്ടി വരിക. പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളുമേ ജീവിതം. അള്ളാഹിൻ്റെ ഭൂമി അല്ലേ, പ്രയാസങ്ങളായി ഇവിടെ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാ ഓരോ മനുഷ്യരും, സങ്കടമാ ഓരോ ജീവിതങ്ങളും. ആ സങ്കടങ്ങളും ജീവിതവുമില്ലാത്ത സ്വർഗലോകം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രയാസമില്ല, ഒരു സങ്കടമില്ല. വലാഹും യഹ്സനൂൻ, അവർക്കില്ല ഒരു ദുഃഖവുമില്ല, സങ്കടവുമില്ല. അള്ളാഹിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാ. അവർ യസ്തബ്ശിറൂൻ, അവർ സന്തോഷവാന്മാരാണ്. അവർ ലഭിച്ച ഒരു വലിയ ബഹുമതിയിൽ, ഉന്നതമായ അംഗീകാരത്തിലും അള്ളാഹിൻ്റെ അടുക്കലുള്ള നിഅമത്തുകളുടെ വിഷയത്തിലും അവർക്ക് വലിയ സന്തോഷമാണ്. യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹ്, അവരാ സന്തോഷത്തിലാണ് അള്ളാഹിൻ്റെ നിഅമത്തുകളിൽ. വഫദ്ലിൻ വഅന്നല്ലാഹ ലാ യുദിയ്യു അജ്റൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലമുണ്ടല്ലോ, അവർക്കുള്ള അജ്റുണ്ടല്ലോ, അത് പാഴാകൂല, അത് അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിൻ്റെ ഫളിലും ഉന്നതമായ അനുഗ്രഹങ്ങളിലുമാണ് രക്തസാക്ഷികൾ. അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ജീവിച്ച് മരണപ്പെട്ട ഉഹദിൻ്റെ രക്തസാക്ഷികളുടെ കാര്യത്തിൽ വിശ്വാസികളെ നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹു അവരുടെ കാര്യം നോക്കിക്കോളുമെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അടിവരയിട്ടുകൊണ്ട് പറയാ. الذين استجابوا لله والرسول بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. പോരാട്ടത്തിൽ പരിക്കുകളുണ്ടായ ശേഷം അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും വിളിക്ക് ഉത്തരം നൽകിയവരുണ്ട്. അവരിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു
അളവറ്റ പ്രതിഫലമാ, കണക്കില്ലാത്ത അദീമായിട്ടുള്ള നിലച്ചു പോകാത്ത പ്രതിഫലമാ നൽകുക അല്ലാഹുവിൻ്റെ റസൂലിന് മറുപടി. വേദന ഇത് രണ്ടർത്ഥത്തിൽ മുഫസ്സിരിങ്ങൾ പറയണത്, ഉഹുദിൻ്റെ സന്ദർഭത്തിൽ ചോരയുമായിട്ട് വട്ടേറ്റിട്ട് രക്തം വരുന്ന വേദനാജനകമായ അവസ്ഥയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് പടർക്കളത്തിൽ പോരാടിയ വീരരക്തസാക്ഷികളില്ലേ. വേദന അതൊക്കെ നമ്മൾ പറയുമ്പം പ്രസംഗിക്കുമ്പോൾ ഒക്കെ നല്ല സുഖമാണ് പ്രിയമുള്ളവർ. ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ വലിയ കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച സഹാബത്തില്ലേ, അവരെ പറ്റിയാ പറയുന്നത്. പ്രയാസത്തിലും അതാ പറഞ്ഞത്. കഴിഞ്ഞ യുഹദ് യുദ്ധത്തിൻ്റെ വിശദീകരണം നമ്മൾ പറയുമ്പോൾ, യുഹദ് യുദ്ധത്തിൽ വിശ്വാസികൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടക്കൊരാശങ്ക ഉണ്ടായിരുന്നു. ഉഹദിൽ നിന്ന് നമ്മളവർ അറ്റാക്ക് ചെയ്യാതെ മടങ്ങിയത് ഒരു പക്ഷേ മദീന ആക്രമിച്ചേക്കാനാണോ, അവർ മദീനയാണോ ടാർഗറ്റ്? അത് അവരങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു യുദ്ധം കഴിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത്രയും പരിക്കുകളും മുറിവുകളും, അത് വല്ലാത്ത പ്രയാസത്തിലാണ് ഒരു യുദ്ധം കഴിയാന്ന് യുദ്ധത്തിൻ്റെ പിറ്റേന്ന് പറഞ്ഞാൽ. പക്ഷേ മദീനയിൽ പിറ്റേന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ഒരുമിച്ച് ചേർന്ന്, ചില മുഫസ്സിരീങ്ങളുടെ ചില ഹദീസിൻ്റെ റിവായത്ത് പ്രകാരം പറയപ്പെടുന്നത്, നല്ലൊരു ശതമാനം വിശ്വാസികളും അവർ പറയുന്നൊരു വാക്കുണ്ട്. ഒരു ഭാഗം പറയുന്നത് മദീന ആക്രമിക്കൂല, യുദ്ധം ഉണ്ടാവില്ല, ഞങ്ങൾ പോകേണ്ടയില്ല എന്നാണ്. പക്ഷേ മുറിവുകളുണ്ടായിട്ടും അതാ മിമ്പഅദി അസ്വാബത്തുഹുമുൽ ഖർഹ്, പരിക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അവരാ കാലിന്മേലുള്ള മുറിവോടുകൂടെ കൊക്കിച്ചാടിയിട്ടും അവരെഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് അവർ പുറപ്പെട്ടു എന്നാണ് ചരിത്രം. ഇതൊക്കെ എങ്ങനെയാണ് ലോക ചരിത്രത്തിൻ്റെ മാതൃക, ചരിത്രത്തിലെ ത്യാഗത്തിൻ്റെ വീര ഉദാഹരണങ്ങളിലൂടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്ത് ത്യാഗം ചെയ്തു, നമ്മളൊക്കെ എന്താണ് അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ചെയ്തത് എന്ന് ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭമാണ്. അങ്ങനെ അവർ പിന്നെയും ആ മദീനയിൽ നിന്ന് മുഹദിൻ്റെ പിറ്റേന്നും ഇറങ്ങുകയാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ. പിന്നെയും ശത്രുക്കൾ ഇങ്ങോട്ട് മദീന സേഫായിരിക്കണം, മദീനയെ തൊടാൻ സമ്മതിക്കരുത്, നമ്മളെ കാക്കണം എന്ന് അവരങ്ങനെ ഇറങ്ങിത്തിരിച്ചു എന്നാണ്. പക്ഷെ അവരെ അറ്റാക്ക് ചെയ്തില്ല, അവർ നേരെ പോയി മക്കയിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അറ്റാക്ക് തന്നെ അവർ ഭയപ്പെട്ടിട്ടുണ്ട്. അതിൽ അവർ പരാജയപ്പെട്ടതാണ് സത്യനിഷേധികൾ. പിന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ, കാരണം ഖാലിദ് റളിയല്ലാഹു അൻഹു സത്യവിശ്വാസികളുടെ ഭാഗത്ത് കൂടിയിട്ടില്ല. പിന്നെയാണ് കലിമ ഷഹാദത്ത് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അസീം. അതുകൊണ്ട് അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ് നൽകുക. അല്ലാഹു ഒരു ത്യാഗത്തിനും ഒരു പ്രവർത്തനത്തിനും പ്രതിഫലം നൽകാതെ പോകില്ല. ഇനി അല്ലദീന ഖാല ലഹുമുൻ നാസു الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുകയാണ്, നിങ്ങൾക്കെതിരെ ജനം സംഘടിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ജനങ്ങളോട് പറയാ, നിങ്ങൾക്കെതിരെ ജനം സംഘടിക്കുന്നുണ്ട് എന്ന ആ ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായപ്പോൾ അവർ പറഞ്ഞപ്പോൾ വിശ്വാസം അവരുടേത് വർദ്ധിപ്പിക്കാണ്ടായത്. അവരൊന്നെ ഹസ്ബുനല്ലാ, ഇത് പറയുന്നതോടെ ഒരു സത്യവിശ്വാസിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവശക്തനായ റബ്ബ് മതി ഞങ്ങൾക്ക് എന്ന് പറയാണ്. ഹസ്ബുനല്ലാ. ഇപ്പം ഗസയിലെ ഫലസ്തീനികൾ പറയുന്നില്ലേ, ഞങ്ങൾക്ക് അറബ് ലോകമില്ല,
സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ആരുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടില്ലെങ്കിലും ഈ ഞങ്ങൾ മരിച്ചു വീഴുന്നത് ഈ ഫലസ്തീൻ്റെ മണ്ണിലാണെങ്കിലും ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടാലും വീട് നഷ്ടപ്പെട്ടാലും എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഈ മണ്ണ് ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ മണ്ണിൻ്റെ മക്കളായി ഈ പുണ്യഭൂമിക്ക് വേണ്ടിയിട്ട് വീരരക്തസാക്ഷിത്വം വരിക്കുന്ന ഫലസ്തീൻ്റെ മക്കളെ ഈ ചരിത്രത്തിൽ നമ്മൾ ഓർക്കണം. ഖുർആന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കുക. അവരെ എത്ര ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനൊന്നും സാധിക്കൂല. സത്യവിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹ്. അവർ യഥാർത്ഥത്തിൽ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നാണ്. ഈമാൻ ശരിക്ക് ഇല്ലാത്ത ആളുകളുണ്ടല്ലോ. മദീനയിൽ കൂട്ടം കൂട്ടമായിട്ട് ഗോത്രങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇസ്ലാം കുറേ ആളുകൾ കൂടി, ദീനിൽ കുറേ ആൾ കൂടി. ആളിങ്ങനെ കൂടിയപ്പോൾ വിശ്വാസം പണ്ടങ്ങനെയല്ല, മക്ക അങ്ങനെയല്ല. മക്കയിൽ നിന്ന് ഈമാനുള്ള അത്രയും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രതികൂല സാഹചര്യത്തിൽ വന്നവരാ. അവർ മരിക്കാൻ തയ്യാറ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ വഴിയിൽ. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. ഗോത്രങ്ങൾ ഒന്നിച്ച് ഗോത്ര തലവൻ മാറുമ്പോൾ ഒന്നിച്ചിങ്ങ് മാറുകയാണ്. പക്ഷെ അവർക്കൊന്നും ഈമാനൊന്നുമില്ല. അവർ പറയണത് ജനങ്ങൾ സംഘടിക്കുന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഖുറൈശിപ്പട അങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകണം, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ പേടിക്കും. അവർ പരസ്പരം പറയും. എന്നാൽ സത്യവിശ്വാസികളോട് പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വന്ന്, അതൊക്കെ വളരെ പ്ലാൻഡായിട്ട് അബൂ സുഫിയാൻ ആളുകളെ വിട്ടിരുന്നാണ് മദീനയിലേക്ക് പേടിപ്പിക്കാൻ. വലിയ സൈന്യമാണ് വരാൻ പോണത്, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകണം, മദീന മുഴുവൻ ഇല്ലാതെയാവും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പേടിക്കാനില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ റബ്ബ് മതിയായവനാ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വക്കീൽ, അല്ലാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, റബ്ബ് ഞങ്ങളെ കാത്തോളുമെന്ന് പറയാൻ. ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹും സൂഉൻ واتبعوا رضوان الله والله ذو فضل عظيم. അതുകൊണ്ട് തന്നെ ഫൻഖലബൂ, അവർക്ക് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ ഫളിലേക്ക് അവർ മടങ്ങുണ്ടായി. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അവർ മടങ്ങി. വല്ലാഹു ദൂ ഫളിൻ അസീം, അള്ളാഹു വലിയ ശ്രേഷ്ഠതകളും ബഹുമതികളും നൽകുന്നതാണ് അവർക്ക്. ആര്? സത്യവിശ്വാസികളെ സംബന്ധിച്ച് വലിയ പരിക്കുകളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാതെ അവർക്ക് നാട്ടിലേക്ക് മദീനയിലേക്ക് മടങ്ങാൻ സാധിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക്, അവർക്ക് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മടങ്ങാൻ സാധിച്ചത് അള്ളാഹിൻ്റെ വലിയ ഫളലാണ്. അള്ളാഹുവിൽ അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തത് കൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് ബുഹദിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയും സത്യവിശ്വാസികൾക്ക് മടങ്ങാനും സാധിച്ചത്. കാരണം അവിടെ മടങ്ങാത്ത വിധം തകർത്ത് കളയാൻ പറ്റുമായിരുന്നു. അതിനുള്ള ശേഷിയും ശത്രുക്കൾക്കുണ്ടായിരുന്നുള്ള കഴിവും അതിനുള്ള ആൾഫലവും ഒക്കെ ഉണ്ടായിട്ട് പോലും സത്യവിശ്വാസികൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാനും ഒക്കെ സാഹചര്യം ഉണ്ടായത് അള്ളാഹിൻ്റെ വലിയ ഫളലാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു, അവിടെയാണ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ യഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അത് പിശാചാണ് ആ പണിയെടുക്കുന്നത്. ഷൈത്താൻ്റെ പണിയാണ് എന്ത്? ഭയപ്പെടുത്തുക. യുഖവ്വിഫു ഔലിയാഅഹു, ആ ഔലിയാ പിശാചിൻ്റെ ഔലിയാക്കളെയാണ് അള്ളാഹ്. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളും ജീവിതത്തിൽ പല വിഷയത്തിലും എപ്പോഴും ഭയം നമ്മളെ പറ്റും. നമുക്ക് വീടില്ലല്ലോ, കുടുംബമില്ലല്ലോ, സമ്പത്തില്ലല്ലോ, കാര്യങ്ങളൊന്നും നടന്നു പോകണില്ലല്ലോ, എന്താവും ആശങ്ക അല്ലേ? ആശങ്കയാ. നാളെ എൻ്റെ മോളെ കെട്ടിക്കാനായല്ലോ, ഞാൻ എന്താക്കും. ഈ ടെൻഷൻ അടിച്ചുള്ള ജീവിതമല്ല. നമ്മൾക്ക് മാനുഷികമായിട്ടൊക്കെ നമ്മൾ ദുർബലരാണ്.
നമ്മൾ വലിയ ശക്തരാന്നൊക്കെ നമ്മൾ വിചാരിക്കെങ്കിലും പല സന്ദർഭത്തിലും നമ്മൾ സങ്കടവും പ്രയാസങ്ങളുമായിട്ട് ജീവിക്കുന്നവരാ. ആശങ്കയാ, എന്താകുമല്ല, ഒന്നും ആവൂല പ്രിയമുള്ളവരെ. 6 അടി മണ്ണിലേക്ക് നമ്മളങ്ങ് മരണപ്പെട്ടു പോകുന്നത് മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ഹിസാബിൻ്റെ വേളയിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത് മാത്രമേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. അല്ലാത്ത മറ്റൊരു വിഷയത്തിലും ആശങ്കപ്പെടേണ്ട. ഒക്കെ അള്ളാഹുവിലേക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അള്ളാഹുവിലേക്ക് അങ്ങ് തവക്കുൽ ചെയ്യാവേണ്ടതെന്നാൽ പിശാചുണ്ടല്ലോ, അവൻ്റെ ആൾക്കാരെ ഏത് സാധിക്കും, ഇതൊക്കെ അവൻ്റെ ആൾക്കാർ. ഇതാണ് യഖാഫുന. അപ്പോൾ നമ്മുടെ മനസ്സിലും ആ രീതിയിലുള്ളൊക്കെ ദുർബലതയിൽ പിശാച് നമ്മുടെ മനസ്സിലും ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭയം ഉണ്ടാക്കുന്ന പല വിഷയത്തിലും നമ്മളെ ഈ യുഖവ്വിഫു ഔലിയ, അവൻ്റെ ആൾക്കാർ അവനത് ചെയ്തുകൊണ്ടിരിക്കും. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങൾ അവരെ ആരും ഭയപ്പെടേണ്ട. പിശാചിൻ്റെ ആളുകളെയോ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എന്നെ ഭയപ്പെടുക. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹദ്ദൻ ഫിൽ ആഖിറ വലഹും അസാബുൻ അസീം. സത്യനിഷേധികളില്ലേ, ആ സത്യനിഷേധത്തിൽ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ, സത്യനിഷേധത്തിൽ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നഹും ലം യദുറുല്ലാഹ ശൈആ, അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ അവർക്ക് സാധിക്കൂല. നീ ആ കാര്യത്തിൽ സങ്കടപ്പെടണ്ട. അവരിൽ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ ഇന്ന് ഉഹദിൻ്റെ രണാങ്കണത്തിൽ അവരൊരു വിജയം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സത്യവിശ്വാസികളുടെ ഭാഗത്ത് ചെറിയൊരു പരിക്കൊക്കെ ഇന്നിപ്പം ഗസ, നമുക്ക് കാലഘട്ടത്തിൽ വായിക്കാം. ഗസയിൽ അവരിങ്ങനെ 70-75 വർഷമായിട്ട് ഒരു നൂറ്റാണ്ടിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളും എല്ലാ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങളും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ എന്തേ ലോകം മുഴുവനും എതിർത്തിട്ടും ഇപ്പോഴും ഇസ്രായേൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ ആയത്തിനെ ഞാൻ ഈ കാലഘട്ട സമാലിക സംഭവമായിട്ട് താരതമ്യം ചെയ്ത് പറയാം. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളാരും സങ്കടപ്പെടണ്ട. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ, അള്ളാഹുവിനെതിരെ ഒരു ഉപദ്രവം വരുത്താൻ അവർക്ക് സാധിക്കൂല. മാത്രമല്ല ദുനിയാവിലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് സാധിച്ചേക്കാം. നിങ്ങളുടെ വീട് നഷ്ടപ്പെടുത്താം, നിങ്ങളുടെ രക്തബന്ധുക്കളെ കൊല്ലാം, നിങ്ങളുടെ കുടുംബ ബന്ധുക്കളെ, നാട്ടുകാരെ വധിക്കാം. ഇതൊക്കെ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ അള്ളാഹുവിനെതിരെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹദ്ദൻ ഫിൽ ആഖിറ, അതിനാൽ അവർക്ക് പരലോകത്ത് അവർക്കൊരു വിഹിതവും നൽകാതിരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അവർക്കൊന്നുമില്ല, പരലോകത്ത് നഷ്ടമാണ്. അവർ വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വലഹും അദാബുൻ അദീം, അവർക്ക് കൊടിയ ശിക്ഷയാണ്. അല്ലാഹു കാത്ത്, അവർ വലിയ ശിക്ഷയാണ്. നമ്മൾ വിചാരിക്കണില്ല ഇപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്ത, നാട്ടിൽ വലിയൊരു അക്രമം ചെയ്ത ഒരാൾ ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ സാധാരണ നോർമലി നമ്മൾ വിചാരിക്കൂലേ. നമ്മൾക്ക് ഒരു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. ഒരു സാമൂഹ്യ അക്രമി, സാമൂഹ്യ വിരുദ്ധൻ, അയാളെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോയി, നമ്മൾ വിചാരിക്കും അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷേ അയാൾ കോടതിയിൽ എങ്ങനെയൊക്കെയോ വാദിച്ച് പണത്തിൻ്റെ പേരിലോ സ്വാധീനത്തിൻ്റെ പേരിലോ അയാൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ, ആ മനുഷ്യൻ എന്തൊരു കുറ്റം ചെയ്തിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നീതിയുടെ ഭാഗത്തും നമ്മൾ ചിന്തിക്കൂല. പക്ഷേ അവരൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടാലും പരലോകത്ത് അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. അവിടെ യാതൊരു വിഹിതവും ഉണ്ടാവൂല. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ,
സത്യനിഷേധികളുണ്ടല്ലോ, അവരുടെ സത്യവിശ്വാസത്തെ വിറ്റ് പകരം നിഷേധത്തെ അവർ വാങ്ങിയത്. ഈ ബിസിനസ് ഒരു ചീത്ത സാധനം ആരെങ്കിലും വാങ്ങുമോ? നല്ലത് കൊടുത്ത് ചീത്ത വാങ്ങുന്ന പണിയാ അവർ ജീവിതത്തിൽ ചെയ്തത്. ലൻ യദുറുല്ലാഹ ശൈആ വലഹും അദാബുൻ അലീം. അതുകൊണ്ട് അതൊന്നും അള്ളാഹുവിന് അവർക്കൊരു രീതിയിലുമുള്ള വിപത്തും അള്ളാഹുവിന് വരുത്താൻ സാധിക്കൂല. അള്ളാഹ്ക്കെതിരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാ ലഭിക്കാൻ പോകുന്നത്. വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ വലഹും അദാബും മുഹീൻ. സത്യനിഷേധികളുണ്ടല്ലോ, ആ സത്യനിഷേധികൾക്ക് അല്പം സമയം നീട്ടിക്കൊടുക്കുന്നത് അവരൊരിക്കലും ഞങ്ങൾ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ഞങ്ങളെയൊന്നും ശിക്ഷയൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്ന് അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമാണെന്ന് നിങ്ങളാരും കരുതണ്ട. ചിലപ്പോൾ അള്ളാഹു ഇത്തരത്തിലൊക്കെ വലിയ അക്രമം കാണിച്ച അല്ലേ ഇസ്രായേൽ, വീണ്ടും നമ്മളെ മനസ്സ് ഇസ്രായേലിലേക്ക് പോവുക. ഈ ശത്രുത, ഈ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടും ആ ഭരണാധികാരികളെ എന്തേ അള്ളാഹ്ക്ക് ആ ഹൃദയം അങ്ങ് ഓഫാക്കിയാൽ മതിയല്ലോ. മൗത്ത് അള്ളാഹ്ക്ക് അങ്ങ് എടുക്കാനല്ലേ ഉള്ളൂ. ആ മനുഷ്യന്മാരെ പേരെടുത്ത് പറയുന്നില്ല ഖുർആൻ്റെ മജ്ലിസിലൊന്നുകൊണ്ട്. അത്രക്ക് വലിയ വൃത്തികെട്ടവന്മാരായിട്ടുള്ള ഈ മനുഷ്യ മൃഗങ്ങളെ എന്തേ അള്ളാഹ് നശിപ്പിക്കാത്തെന്നൊരു സാധാരണക്കാരൻ്റെ മനസ്സിൽ പോലും വരുന്നൊരു ചോദ്യം. അതിനുള്ള മറുപടിയാ അള്ളാഹു അവർക്ക് കുറച്ച് സമയം കൊടുക്കുകയാണ്. ഇനിയെങ്കിലും തൗബയുടെ വഴിയിലേക്ക് വരാനുള്ള സമയമാണ് അവർക്കുള്ളത്. പക്ഷെ അവർ വരില്ല. അവരെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അവർക്കൊരു ഖൈറും അതുകൊണ്ട് ലഭിക്കാനില്ല. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ. അവർ ചെയ്യുന്ന കുറ്റത്തിൽ അവർ വ്യാപൃതരാകാനും ആ കുറ്റത്തിൽ അവർ മുന്നോട്ട് പോകാനുമാണ്. അത് അവരെ വലഹും അദാബും മുഹീൻ. നിന്ദ്യമായ, ഏറ്റവും പരിതാപകരമായ ശിക്ഷയാണ് അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഹബീസ മിനൽ ത്വയ്യിബ്. മാ കാന അല്ലാഹ്, സത്യവിശ്വാസികളെ, അള്ളാഹു സത്യവിശ്വാസികളോട് പറയാണ്, അള്ളാഹു നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിലകൊള്ളാൻ അള്ളാഹു അനുവദിക്കൂല. നിങ്ങളിങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു മുഅ്മിനീങ്ങളായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു സമ്മതിക്കൂല. നിങ്ങളെ വേർതിരിച്ചെടുക്കണം. വയമീസൽ ഹബീസ മിനൽ ത്വയ്യിബ്. നെല്ലും പതിരും വേർതിരിച്ചെടുക്കുന്ന പോലെ നല്ലതിനെ നിങ്ങളിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ നല്ലതിനെ അള്ളാഹുവിന് വേർതിരിച്ചെടുക്കണം. അതുകൊണ്ട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ സ്വാഭാവികമാണ്. വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബി വലാകിന്ന അല്ലാഹ യജ്തബീ മിർ റുസുലിഹി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പ്രവാചകന്മാരായിട്ട് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലിയുത്ലിഅകും ഒരു തരത്തിലുള്ള ഗൈബിയായ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരൂല. പകരം അള്ളാഹു ചെയ്യണ കാര്യം നിങ്ങൾക്കിടയെന്ന് തന്നെ റസൂലിനെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളെ അള്ളാഹു തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മാർഗദർശനം അരുളുക. അതുമാത്രമല്ല ചെയ്യുക. അതുകൊണ്ട് അത് വിശ്വസിച്ചിട്ട് അള്ളാൻ്റെ വഴിയിൽ വരുന്ന ഈ
ഈമാനുള്ളവർ, അള്ളാഹിനെ കാണാതെ തന്നെ ഭയപ്പെടുന്നവരുണ്ടല്ലോ, ഈമാനുള്ളവരുണ്ടല്ലോ, അവരെയാ അള്ളാഹു സ്വർഗപ്രവേശനത്തിന് കാരണക്കാരാക്കുക. ഫആമിനൂ ബില്ലാഹി വറുസുലിഹി, ആ പ്രവാചകത്വത്തിലേക്ക്, അള്ളാഹിൻ്റെ റസൂലിലേക്ക് നിങ്ങൾ വിശ്വസിച്ച് മടങ്ങുക. വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലകും അജ്റുൻ അളീം. അങ്ങനെ മടങ്ങുന്ന സൂക്ഷ്മാലുക്കളായ സത്യവിശ്വാസികളില്ലേ, അങ്ങനെ തഖ്വയോടെ ജീവിക്കുന്നവർക്ക് അല്ലാഹു അജ്റുൻ അളീം, അല്ലാഹു ഒരുപാട് മഹത്തായ പ്രതിഫലമാണ് നൽകുന്നത്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم. അള്ളാഹു നൽകിയ സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവർ, അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകളല്ല. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ, ബഖീൽ കാണിക്കുന്ന പിശുക്കന്മാരില്ലേ, അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹ് നൽകിയ സമ്പാദ്യത്തിലൊക്കെ വലിയ പിശുക്ക് കാണിക്കുന്നവരൊക്കെ വിചാരിക്കുക, ഞാൻ കൊടുക്കാതിരുന്നാൽ, ഞാൻ സമ്പത്ത് ചെലവഴിക്കാതിരുന്നാൽ അത് വലിയ കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളില്ലേ, അതും അവർക്ക് ഗുണകരമായ കാര്യമല്ല. ബൽ ഹുവ ശർറുൻ ലഹും, അവർക്ക് ഗുണമല്ല, അവർക്ക് ഷർറാണ് ജീവിതത്തിൽ സംഭവിക്കുക. ഇത് യഥാർത്ഥത്തിൽ മേലുള്ള ആയത്തുമായിട്ട് ഇതിന് ചെറിയൊരു ബന്ധമുണ്ട്. ജീവിതത്തിൽ സത്യനിഷേധം ഒരാൾ തിരിച്ചു വാങ്ങി, സത്യനിഷേധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കെതിരെ, അള്ളാഹിൻ്റെ വിധിയും ജീവിതത്തിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് സ്വന്തം ഇഷ്ടത്തിന് അവനവൻ്റെ ഹവയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും, ആ ഹവയിൽ ജീവിക്കുന്ന മനുഷ്യനും, സത്യനിഷേധിയായൊരു മനുഷ്യനും ഈ സമ്പത്ത് അള്ളാഹ് കൊടുത്തിട്ട്, അത് എത്രയായാലും ഇത് വലിയ പൈസക്കാരെ കാര്യമല്ല, എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹ് സമ്പത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ ജോലി ചെയ്യുന്നത് സമ്പത്ത് കിട്ടണം, ആ കിട്ടുന്ന പൈസ നമ്മൾ ബഖീലായിട്ട്, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാനോ സദഖ കൊടുക്കാനോ മാത്രമല്ല, കുടുംബത്തിന് വേണ്ടിയുള്ള അതിനും പിശുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിശുക്കുന്നവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പൈസൻ്റെ ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലോ ഞാൻ കൊടുക്കാതിരുന്നാൽ എന്നാണെങ്കിൽ, ആ പണവുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹ് തന്ന സമ്പത്താണെങ്കിൽ ആവശ്യക്കാർക്ക് അത് കൊടുക്കണം. ബൽഹുവ ഷർ, അത് നിങ്ങൾക്ക് ഷർറായിട്ട് മാറും. നിങ്ങളിൽ സാലറി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ അക്കൗണ്ടിലുണ്ടെങ്കിലേ അതിപ്പം നിങ്ങളടുത്തുണ്ട്, നാളെ അതില്ലാത്ത രീതിയിലുള്ള മാറ്റം അത് നിങ്ങൾക്ക് ഷർറാകുന്നുള്ള എൻ്റെ ആയത്താണ്. നിങ്ങൾ കൊടുത്തവരെ വളർന്നിട്ടുള്ളൂ. സക്കാത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ വളർച്ച എന്നാണ്. അള്ളാഹ് നമ്മളെ വളർത്തും, അള്ളല്ലേ നമുക്ക് പൈസ തരുന്നത്, അള്ളാഹ് നമ്മളെ വളർത്തും. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. മാത്രമല്ല അവർ പിശുക്ക് കാരണം കാണിച്ചുണ്ടാക്കിയ ധനത്താൽ അതുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ അവരെ ചങ്ങലയിട്ട് പൂട്ടിയും അവരുടെ കഴുത്തിലൊരു വളയം പോലെ ആ പണത്തെ അള്ളാഹു അവർക്ക് തന്നെ ഹാനികരമായിട്ട് പ്രയാസമുള്ളൊരവസ്ഥയിലേക്ക്, നിങ്ങളുടെ പരലോകത്ത് അവർക്ക് പ്രയാസത്തിൽ നിൽക്കേണ്ടി വരുമെന്ന്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും എല്ലാ രഹസ്യങ്ങളും അല്ലാഹുവിനറിയാം. അല്ലാഹു എല്ലാ രഹസ്യങ്ങളും അവൻ്റെ അടുക്കലാണ്. അവനറിയാത്ത ഒന്നും ഈ ദുനിയാവിലില്ല. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസി, സമ്പത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പിശുക്ക് കാണിക്കല്ല പ്രിയമുള്ളവരെ, കൊടുത്തോളൂ. കുറഞ്ഞു പോകുന്നു വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട, കൊടുക്കുക. പരമാവധി അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ കൊടുക്കുക, ചെലവഴിക്കുക. ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء. ചില ആൾക്കാർ പറയുന്നൊരു വാക്കാണ്, അള്ളാഹു ഫക്കീറാണ്, ഞാൻ ധനികനാണ്. അത് ചില പ്രയോഗമാണ്. അത് ജൂതന്മാരുടെയും അതുപോലെ സത്യനിഷേധികളുടെയും പ്രയോഗമാണ്. അവർ അത് അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞെന്നല്ല, ഡയറക്റ്റ് മീനിങ് അല്ല അത്.
യഥാർത്ഥത്തിൽ അവരുടെ ധാരണയത് ഞാൻ വലിയ സമ്പത്തുള്ള ആളല്ലേ, അതുകൊണ്ട് ഞാൻ എന്തിനു നിസ്കരിക്കണം, ഞാൻ എന്തിന് അള്ളാഹിൻ്റെ റസൂലിനനുസരിക്കണം, ഞാൻ എല്ലാറ്റിനും മേലെയാ എന്ന് വിചാരിക്കുന്ന ചിന്ത. സനക്തുബു മാ ഖാലൂ വഖത്ലഹുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്. അതുകൊണ്ട് ആളുകൾ അവർ അന്യായമായിട്ട് പ്രവാചകന്മാരെ കൊന്നുകളയാറിന് രണ്ട് മാനുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക പ്രവാചകന്മാരെ കൊന്നു എന്നുള്ള, കൊന്ന ചരിത്രമുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ കൊല്ലുക എന്നുള്ളതിന് ഇവിടെ വേറൊരു മാന. കൊല്ലുക എന്നുള്ളതിൻ്റെ അർത്ഥം അവരനുസരിക്കാതിരിക്കുക, അവരെ പാടയെ തള്ളിക്കളയുക. യാഥാർത്ഥ്യം ഒരു ഹക്കും മനസ്സിലാക്കാതെ ആ പ്രവാചകന്മാരുമായിട്ട് യുദ്ധം ചെയ്യാം. കാത്തല എന്നുള്ള അർത്ഥം രണ്ടർത്ഥത്തിൽ അതിന് യുദ്ധം ചെയ്യുക. അത് ആശയപരമായ യുദ്ധമാകാം, റസൂലിനെ അനുസരിക്കാതെ അവരെ തഴകിക്കളയുക, അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നതുമാകാം. അങ്ങനെയും പ്രവാചകന്മാരെ കൊന്ന ചരിത്രവും അതെല്ലാം നമ്മൾ ഓർക്കാം. അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ അവരുടെ സാമ്പത്തികമായ, മദീനയിലായാലും മക്കയിലായാലും സമ്പത്തിൻ്റെ പേരിൽ, അല്പം പണമുള്ളതിൻ്റെ പേരിൽ, അല്പമല്ല ധനാഢ്യരായ ഇന്നത്തെ വലിയ വലിയ സമ്പത്തുള്ള ആളുകൾ നമ്മൾ ഓർക്കണില്ലേ, അതുപോലെ വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥരായ പല ആളുകളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് അഊദു ബില്ലാ അബൂലഹബ് ലഅനത്തുല്ലാഹ്. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയനായ ആ വ്യക്തി ആരാണ്? നബിയുടെ ബാപ്പാൻ്റെ ചോരയ, ബാപ്പാൻ്റെ നേരെ ജ്യേഷ്ഠൻ അബൂലഹബ് അടക്കമുള്ള ആളുകളൊക്കെ ഈ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിലുള്ള സമ്പത്ത് ചെലവഴിക്കാനൊന്നും അവർ നിന്നില്ലെന്ന് മാത്രമല്ല, തൻ്റെ സമ്പത്തിൻ്റെ പേരിൽ അള്ളാഹു ഫക്കീറാണെന്ന രീതിയിലാണ് അവർ ജീവിച്ചത്. അവരാ സമ്പത്തിൻ്റെ പേരിൽ ഗർവ് കാണിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയെന്ന് വഴിമാറി നടന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശുക്കന്മാരായ ആളുകൾക്ക് അള്ളാഹു വലിയ അദാബുൻ ഹരീഖ്, കരിച്ച് കളയുന്ന നരകത്തിൻ്റെ ശിക്ഷയാ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ പൈസ കൊടുക്കാൻ, പണം ചെലവഴിക്കാൻ നമ്മൾ സദാ സന്നദ്ധരാവുക. അത് 1 രൂപയാണെങ്കിൽ പോലും വലത്തെ കൈ കൊടുത്തത് ഇടത് കഴിയറിയാതെ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. കൽബകങ്ങൾ അള്ളാഹ് അറിയുന്നുണ്ട്, കൽബിലെ നീയത്ത് അള്ളാഹുവിനറിയാം. ഒന്നും പാഴാക്കൂല പ്രിയമുള്ളവരെ. നമ്മൾ ചെയ്യുന്ന ഒരു അമലും അള്ളാഹു ബാത്തുലാക്കില്ല. അള്ളാഹുവേ റബ്ബേ, നിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയാ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ, നിൻ്റെ കലാം ഇങ്ങനെ കേൾക്കുമ്പോൾ, അള്ളാഹുവേ കഥയല്ല, ഉഹദിൻ്റെ കഥയല്ല, ബദറിൻ്റെ കഥയല്ല, ജീവിതത്തിൽ സംഭവിച്ചു പോയ കഴിഞ്ഞ ചരിത്രത്തിലെ കഥകൾ കേൾക്കുന്നതിൻ്റെ അപ്പുറം പാഠം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാഹ്. വിശ്വാസികളായ സത്യവിശ്വാസികൾ, അള്ളാഹുവേ ഉഹദിൻ്റെ രണാങ്കണത്തിൽ പോരടിച്ച സത്യവിശ്വാസികളില്ലേ, പ്രയാസങ്ങളുടെ മേലെ പ്രയാസം സഹിച്ച വീരത്യാഗത്തിൻ്റെ ഉന്നതമായ ലോകത്തിൻ്റെ എന്നും ലോകാവസാനം വരെ അനുസ്മരിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ, ശുഹദാക്കൾ, അള്ളാഹുവേ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യതയില്ലെന്നറിയാ, ഞങ്ങളൊന്നും അത്രയൊന്നും ത്യാഗം ചെയ്തില്ലെന്നറിയാ. അള്ളാഹു സുഖകരമായ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സുന്ദരമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മലയാളികൾ, അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ത്യാഗത്തിൻ്റെ പ്രതീകം, ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ആ സ്വഹാബെ കിറാമിൻ്റെ കൂടെ, ആ രക്തസാക്ഷികളുടെ കൂടെ, അള്ളാഹുവേ രക്തസാക്ഷിത്വത്തിൻ്റെ മധു നുകർന്ന ആ ഉന്നതമായ സ്വർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ഈ ദുആ നീ തള്ളല്ലേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലുകളുടെ കൂടെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നീ ഞങ്ങളുടെ വക്കീല. നിന്നിലേക്ക് അള്ളാഹുവേ തവക്കുൽ ചെയ്യുക, നിന്നിലേക്ക് ഞങ്ങൾ
തവക്കുല് ചെയ്യുന്നു റബ്ബേ, നിന്നിൽ ഭരമേൽപ്പിക്കുന്നു റബ്ബേ. ഞങ്ങളെ നീ കാക്കണേയല്ല, ഞങ്ങളുടെ ഈമാനിനെ നിലനിർത്തണേയല്ല, ഞങ്ങളുടെ കൽബകങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തണേയല്ല. കണ്ണുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ കാണിക്കല്ലേ അല്ല. ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേയല്ല. അള്ളാഹുവേ ശുദ്ധിയാക്കണേയല്ല ഹൃദയത്തെ. അള്ളാഹുവേ നാവ് കൊണ്ട് നല്ലത് പറയിപ്പിക്കല്ല. അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കി തരണേ, ഈമാൻ കൊണ്ട് പ്രകാശിതമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ നന്നാക്കി തരണേ അല്ലാ, നല്ലതിനെ നൽകണേ അല്ലാ, കാക്കണേ അല്ലാ. ജീവിതത്തിൽ ഓരോ ദിവസവും സൂര്യനുദിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഓരോ രാപ്പകലുകൾ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോൾ, അള്ളാഹുവേ നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ, നിൻ്റെ ഇഷ്ടം നേടാൻ അള്ളാഹുവേ ഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹുവേ അള്ളാഹുവേ നിന്നോട് ഇങ്ങനെ ദുആ ചെയ്യാൻ എപ്പോഴും മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവേ 5 നേരം നിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി യഖീനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ഖുശൂഅോടെ നിസ്കരിക്കാൻ തൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. നിഫാഖിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ മുനാഫിഖീങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ, മുശ്രിക്കീങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരെ പറ്റി പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങളെ പൊന്നുമക്കളെ പറ്റി പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങളുടെ ഭാര്യയെ പറ്റി, ഞങ്ങളുടെ കുടുംബത്തെ, മറ്റ് അംഗങ്ങളെ, കൂടപ്പിറപ്പുകളെ, അയൽവാസികളെ, എല്ലാവരെ പറ്റിയും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനുണ്ട്. പക്ഷേ ആദ്യമേ അതിനു മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാഹുവേ ഞങ്ങളെ ദീനിൻ്റെ വഴിയിലാക്കണേ അല്ലാ, ഞങ്ങളെ ഹിദായത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിലേക്ക് ഈമാനിനെ പൂർത്തീകരിച്ച് തരണേ അല്ലാ. നിൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ നരകത്തിൻ്റെ തീയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ലാ. നിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പറഞ്ഞ് ആ തൃപ്തമായ സംതൃപ്തമായി എന്നെക്കുറിച്ച് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നിന്റെ ഇഷ്ടം നേടി മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ വരുത്തണേ അല്ലാ, അവരെ മുഅ്മിനീങ്ങളാക്കണേ അല്ലാ, നല്ല ഈമാനുള്ളവരാക്കണേ അല്ലാ, സ്വർഗാവകാശികളാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. വലിയ ഭാഗ്യമല്ലേ അല്ലാ. അള്ളാഹുവേ അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയ പോലെ മരണസമയം വരെ പൊന്നു പോലെ അവരെ പരിചരിക്കാൻ അള്ളാഹുവേ സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യയെ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ദീനിൻ്റെ വഴിയിലാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യയോട് ചേർന്ന് നാളെ സ്വർഗത്തിലെത്താൻ സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നു മക്കളെ നല്ല മുഅ്മിനീങ്ങളാക്കണേ അല്ലാ, കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തണേ അല്ലാ. അള്ളാഹുവേ അവർ കാരണം സന്തോഷത്തോടെ തൃപ്തിയോടെ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സ്വഭാവത്തിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കളാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ബാധ്യതകൾ അമാനത്തുകൾ സൂക്ഷിക്കാനും ബാധ്യതകളും കടമകളും നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ബദറിനെ പറ്റി ഓർക്കുമ്പോൾ, ഉഹദിനെ പറ്റി ഓർക്കുമ്പോൾ, അള്ളാഹുവേ മക്ക മദീന 6-ാം നൂറ്റാണ്ടിലെ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവേ നിൻ്റെ ഇഷ്ടപ്പെട്ട പ്രവാചക വര്യനില്ലേ, ആ നബിയുടെ കഥ ഓർക്കുമ്പോൾ, ആ സഹാബത്തിൻ്റെ കഥ ഓർക്കുമ്പോൾ, ആ ചരിത്രത്തിലൂടെ ആ പുണ്യമണ്ണിലൂടെ ഞങ്ങളുടെ മനസ്സിങ്ങനെ മദീനയിലൂടെ പോകുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളുടെയും മനസ്സുകളിലൂടെ ഇതിങ്ങനെ കഥ ഇങ്ങനെ പറയുമ്പോൾ അള്ളാൻ്റെ റസൂലേ മനസ്സിലേക്കൊരാഗ്രഹമാ, അള്ളാൻ്റെ റസൂലിനെ ഒന്ന് കാണാൻ, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിലൊന്ന്
വസിക്കാൻ അള്ളാഹുവേ വലിയ ഭാഗ്യമല്ലേ? അള്ളാഹുവേ, അംബിയ മുർസലുകൾ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ള വരെ നീണ്ടുകിടക്കുന്ന പ്രവാചക പരമ്പര അള്ളാഹുവേ, പുണ്യാത്മാക്കളുടെ നല്ല മനുഷ്യരുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെയും എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. ജീവിതത്തിൽ റഹ്മത്ത് നൽകുന്നവനാ, എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്കും. നീ ബർക്കത്ത് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ലേ കൊടുക്കാറുള്ളതല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ, സമാധാനം തരണേ അല്ലാ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സാക്കി മാറ്റല്ലേ അള്ളാഹുവേ. ഐശ്വര്യത്തോടെ തൃപ്തിയോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്തെ വിശ്വാസി സമൂഹത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഈമാനോടെ ജീവിക്കുന്നവരെ, വിശ്വാസികളെ നീ സഹായിക്കണേ അല്ലാ. നന്മക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന, നീതിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നിട്ട് നിൽക്കുന്ന നന്മ മനസ്സുള്ള ലോകത്തെ സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരടക്കം അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാ. അവരൊക്കെ നിൻ്റെ ദീനിൻ്റെ വഴിയിലേക്ക് ഹിദായത്തിലെത്തിക്കണേ അല്ലാ. ഈ രാജ്യത്തെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ നല്ലവരാക്കണേ അല്ലാ, നീതിയുള്ളവരാക്കണേ അല്ലാ. അക്രമം കാണിക്കുന്നവരാരായാലും നീ ശിക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും അക്രമികളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. സന്തോഷത്തോടെ റാഹത്തായിട്ട് ദീനിൻ്റെ വഴിയിൽ ജീവിച്ച് തൃപ്തിയോടെ ഈമാനുള്ളവരാക്കി ഞങ്ങളെ മരണപ്പെടുത്തണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.